ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ആയിഷ ഉമ്മ, സലീഹ ബീവിയുടെ തോഴിമാര് യൂസുഫ് നബിയെ കണ്ടപ്പോ അവരുടെ കൈയുടെ വിരലുകൾ അറിയാതെ മുറിഞ്ഞ് താഴെ വീണു. ആരോടായി പറയണത്? ആയിഷമ്മോട്. ആയിഷമ്മ വിടോ? ആയിഷമ്മ പറഞ്ഞു, എന്തെന്നറിയോ മോളെ, അവരെങ്ങാണ് എൻ്റെ റസൂലുള്ളാഹിനെ കണ്ടിരുന്നുവെങ്കിൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ കഴുത്തുണ്ടാവൂല. അമ്മാതിരി സൗന്ദര്യം ആർക്ക്? നമ്മുടെ മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലേ? വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നല്ലോ. ഈ സൗന്ദര്യം എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയോ? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ത്വായിഫിന്റെ മണ്ണിലൂടെ നടക്കുമ്പോ ആ ത്വായിഫിലുള്ള പെൺകുട്ടികൾ ഓരോരുത്തർ ചോദിക്കും, അബ്ദുല്ലാഹ്, നിങ്ങൾ ഞങ്ങളെ വന്ന് കല്യാണം കഴിക്കോ? മാ ഹസന ഐനൈക, നിങ്ങളുടെ കണ്ണെന്ത് ഭംഗിയാണ് അബ്ദുല്ലാഹ്, നിങ്ങളുടെ ചുണ്ടെന്ത് ഭംഗിയാണ് അബ്ദുല്ലാഹ്. ഓരോ പെൺകുട്ടികൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ. ആരാണ് അബ്ദുല്ല? മുത്ത് നബിയുടെ ബാപ്പ റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ പിന്നാലെ നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉപ്പ ലജ്ജ കൂടിയ ആളാ. ആരുടെയും മുഖത്തേക്ക് നോക്കാറില്ല. തലകുനിച്ചങ്ങ് നടന്നു പോകും, തലകുനിച്ചങ്ങ് നടന്നു പോകും. പടച്ചവനേ, അല്ലാഹുവിന്റെ ഖലാ വരുന്നത് ആമിന ഉമ്മ, ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാനാ. അങ്ങനെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ഒരു പെണ്ണും നോക്കുന്നില്ല, ഒരു പെണ്ണും വർണ്ണിക്കുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? ആ സൗന്ദര്യത്തിന്റെ നിറവുകളെല്ലാം കടന്നു പോയത് ആമിന ഉമ്മയുടെ ഉദരത്തിലേക്കാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യത്തെ പറ്റി ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. ആ സൗന്ദര്യത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായി അല്ലാഹു കൊടുത്തു പോയത് ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക. അതുകൊണ്ട് സഹാബ, സൗന്ദര്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും നബി തങ്ങൾക്കാണല്ലോ സഹാബ. പിന്നീട് പറയും, എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നത്? റസൂലുള്ളാഹിന്റെ കുഞ്ഞുനാളം ഓർത്തു നോക്കൂ സഹാബ. അതോർത്തു നോക്കിയാ നിങ്ങൾ നബി തങ്ങളെ മറക്കൂല, ഹബീബിനെ നിങ്ങൾ വിട്ടുപോകൂല. ഉപ്പലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ആമിന ബീവിയുടെ ചരിത്രം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുമ്പോ മദീനത്തെ പള്ളി മുഴുവനും കണ്ണുനീരിലായി, മദീന പള്ളി മുഴുവനും കരഞ്ഞുപോയി. എന്തേ കാരണമെന്നറിയുമോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, പിറന്നു വീഴുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉപ്പയെ കണ്ടിട്ടില്ല. താരാട്ട് പാട്ടുപാടി ആമിന ഉമ്മ പൊന്നുമകനെ ഉറക്കിയല്ലോ. പൊന്നാര മകനെ ഇങ്ങനെ കയ്യിലെടുത്തു, തൊട്ടിലേക്ക് ഇട്ടിട്ട് ആമിന ബീവി പറഞ്ഞു, മോനെ, നിനക്കൊരുപാട് സന്തോഷങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കൊരുപാട് സന്തോഷങ്ങൾ, കിനാവുകൾ കാണാനുണ്ടല്ലോ. രാരീരോ 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 രാരീരോ. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങോ അൽ അമീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങോ അൽ അമീനേ. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങോ അൽ അമീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങോ അൽ അമീനേ. മക്കത്തെ ഒരു മൽ കുടിലിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ആദ്രമാമീ ഒരീണം വല്ലായ്മ പൂണ്ടേറെ ശോഭാന്തരത്തിലെ പൂവായി വിരിഞ്ഞതാണാർദ്രസ്വരം. അകലേക്കു പോയെൻ്റെ പ്രിയമുള്ള തോഴ എത്തിയുമായി തീർന്നല്ലോ അൽ അമീനേ.
അകലേക്കു പോയെൻ്റെ പ്രിയമുള്ള തോഴ യതീമായി തീർന്നല്ലോ അൽ അമീനേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് കരയുകയാണ്. സ്വഹാബാ, കുഞ്ഞുമകനെ എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് ഉപ്പയില്ലാത്ത പൊന്നുമകന്റെ കവിൾ തടത്തില് ആമിന ഉമ്മ തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. പിച്ച വെച്ച് നടന്നു തുടങ്ങുകയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടെയും അവസാനിപ്പിച്ചിട്ടില്ല. വാ മോനെ, കടന്നു പോകാ. എവിടേക്കാണ് പോകുന്ന എന്നറിയോ? പ്രിയപ്പെട്ട ഉപ്പ അബ്ദുള്ള കിടക്കുന്ന പരിശുദ്ധമായ മണ്ണില് പൊന്നുമകന്റെ കൈ പിടിച്ചുകൊണ്ട് ആമിന ബീവി നടക്കുകയാണ്. ഇതെല്ലാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. സ്വഹാബാ, ആമിന ബീവി റളിയല്ലാഹു അൻഹ നടക്കുകയാണ്. നടന്നങ്ങ് ചൊല്ലുമ്പോ പടച്ചവനെ, ഉപ്പാന്റെ കബറിന്റെ അരികിലേക്ക് എത്തുകയാണ്. ഉമ്മ കുഞ്ഞുമകന്റെ കൈപിടിച്ചു. ആരാ കുഞ്ഞുമോ? ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചിട്ട് ഉപ്പാന്റെ കബറിന്റെ അരികത്തേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് കുഞ്ഞുമകനായ മുത്തുനബിയോട് പറയുന്നു, മോനെ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാരുടെ ഖബറാന്നറിയോ? ഇത് പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറാ. പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറാ. ഒന്ന് ചിന്തിച്ചു നോക്കന്റെ സഹോദരങ്ങളെ. ബാപ്പയില്ലാത്ത കുഞ്ഞുമകനെ പറ്റി തങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ ഖബറിന്റെ ചാര നിൽക്കുന്നത് അല്ലാഹുവേ മുഹമ്മദുർ റസൂലുള്ളാഹ് കുഞ്ഞുമോനാ. അനാഥത്വത്തിലേക്ക് വീണുപോയ ഹബീബായ നബി തങ്ങള് യതീമായ മക്കളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പിടയാറുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച കർണാടക ജില്ലയിലെ പുത്തൂരം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് വേണ്ടി കടന്നുപോയി. ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്കൊന്ന് കൊണ്ടിരുത്തുമ്പോ 3-4 മക്കള് കൊച്ചുമക്കളാ. അവര് മുമ്പിലേക്ക് വരുമ്പോ ഞാൻ ചോദിച്ചു, മക്കളെ ബാപ്പ എവിടെ? ഒരു കൊച്ചുമോൻ പറഞ്ഞു, വാപ്പ പോയി ഉസ്താദേ, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചു പുറത്തു പോയെന്ന്. പെട്ടെന്നാണ് കരഞ്ഞുകൊണ്ട് ജേട്ടൻ പറഞ്ഞത്, അറ്റാക്ക് വന്നതാ. ഇന്നതാ നമ്മൾ പ്രസംഗത്തിന് പോന്ന ആ പള്ളിയുണ്ടല്ലോ ഉസ്താദ്, ആ ഖബർസ്ഥാനില് ഈ പൊന്നുമക്കളുടെ ബാപ്പയുറങ്ങുന്നു. പറക്കമുറ്റ എത്താത്ത 3-4 കുരുന്ന മക്കള് കണ്ടപ്പോ തന്നെ അറിയാതെ കൽബങ്ങ് പൊട്ടിപ്പോയി. എന്റെ ഉപ്പമാരെ ചിന്തിച്ചു നോക്ക്. ഉമ്മ കൈയും പിടിച്ചിട്ട് വരുന്നു, റസൂലുള്ളാന്റെ കൈ പിടിച്ചിട്ട് വന്നു. പൊന്നുമോനെ, ഇത് ബാപ്പാന്റെ ഖബറാണ്. പറയുമ്പോ തന്നെ ആമിന ബീവിയുടെ കണ്ണു നിറഞ്ഞൊഴുകി, കവിൽ തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകി. റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാന്റെ പൂമുഖത്തേക്ക് നോക്കി. ഉമ്മാ കരയല്ല ഉമ്മാ എന്ന് പറഞ്ഞ് വേദനയോടെ സങ്കടത്തോടെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് റസൂലുള്ള കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ അവിടെ ആമിന ഉമ്മ പൊന്നുമകന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുമ്പോ ഉപ്പാന്റെ കബറിന്റെ അരികത്ത് വെച്ചിട്ടാ ഇതൊക്കെ. ആമിന ബീവി വീണ്ടും അങ്ങ് കരയുമ്പോ ആ കുഞ്ഞിളം കൈകൾ കൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുത്തു. ഉമ്മാ കരയല്ലേ ഉമ്മാ. അതുകൊണ്ട് സ്വഹാബാ, നബിതങ്ങളെ എങ്ങനെ സ്നേഹിക്കാതിരിക്കോ, നബിതങ്ങളെ എങ്ങനെ ഇഷ്ടം വെക്കാതിരിക്കോ. പിറന്നു വീണ ആ സമയം തന്നെ ഹബീബ് വീണു പോയത് അനാഥത്വത്തിലേക്കല്ലേ സ്വഹാബാ. നബിതങ്ങൾ പിറന്നു വീണത് ബാപ്പയെ കണ്ടിട്ടില്ല, ആ സങ്കടത്തിലല്ലേ. അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മജ്ലിസിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഇല്ലേ? ഓമന മുഹമ്മദീനെ ഒത്തിനയച്ചില്ല, ഓമനിപ്പാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല.
ഓമന മുഹമ്മദീനെ ഒത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ചിന്തിച്ചു നോക്കിയ ആ ഒരു രംഗം, അനാഥത്വത്തിൽ ഇങ്ങനെ വളർന്നു വരാൻ, അല്ലലിൽ, പട്ടിണിയിൽ, സങ്കടത്തിൽ, വേദനയിൽ, അവസാനം ഹബീബിനൊരാശ്രയമായിട്ടുണ്ടായിരുന്ന ഉമ്മയും ലോകത്തോട് വിട പറയാൻ ആരുമില്ല. ആരുമില്ലാതേകരായി ഭൂമിയിൽ നബിയുള്ള, 6 വയസ്സായ കാല താറ്റലർ നബിയുള്ള, ഭൂതലം പോകുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞോ. എല്ലാം നഷ്ടപ്പെട്ടു പോയി ഹബീബിന്. അള്ളാഹു ഹബീബിന്റെ പൊരുത്തം ലഭിക്കുന്നവൽ പടച്ചോനെ, സാധുക്കളായി ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ പടച്ചോനെ. ആ ഹബീബിന്റെ മുഹിബ്ബീങ്ങളാകാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് തരണേ പടച്ചവനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സറിഞ്ഞിട്ട് സ്നേഹിക്കണം ഹബീബിനെ. എങ്കിലേ നമുക്ക് മരിക്കുന്ന സമയം ഹബീബിനെ കണ്ടിട്ട് പുഞ്ചിരിച്ചിട്ട് നമുക്ക് മരിക്കാൻ പറ്റൂ. ഓരോ സ്വഹാബിമാരെ സ്നേഹിച്ച കഥകൾ പറഞ്ഞാൽ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂല. ഒരു ദിവസം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂല. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അൽഹംദുലില്ലാഹ് ഇപ്പോ ലക്ഷദ്വീപിലായിരുന്നു. 6 ദിവസവും നബി തങ്ങളുടെ മദ്ഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ സ്റ്റേജിൽ 6 ദിവസവും നബി തങ്ങളുടെ മദ്ഹ്, എന്നിട്ടും ബാക്കിയാണ്. അപ്പൊ എത്ര ഉണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറയാൻ. എത്രയോ വിശാലം നബി തങ്ങളുടെ പുഞ്ചിരി, അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി പറയാനുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ നല്ലതുപോലെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഹബീബിനോടുള്ള മഹബ്ബത്താ. ആ ഒരു മഹബ്ബത്ത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിലൂടെ വന്നാൽ ദുനിയാവിന്റെ പുറത്തും ഇവിടെ പറയുന്ന ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹി കമ്മസ്റൂറാ, ദുനിയാവിന്റെ പുറത്തും ഇവിടെ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലിയിട്ട് അതുമാത്രവുമല്ല പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 കാര്യങ്ങളായി ഞാൻ ആവർത്തിച്ചു പറയുമ്പോൾ ആവർത്തന വിരക്തി എന്ന് പറയരുത്. ഒന്ന് അല്ലാഹുവിന്റെ പൊരുത്തം, അത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. രണ്ടാമത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഇനി 2 പേരോടുള്ള മഹബ്ബത്ത് കൂടിയുണ്ട്. അതുണ്ടെങ്കിലേ പരിപൂർണമാകുള്ളൂ. അല്ലാഹു അതിനെ പരിപൂർണമാക്കി തരട്ടെ. നിർത്താറായിക്കണ എന്തെങ്കിലും ഒന്നും മിണ്ടാത്ത ആയെന്ന ഇല്ലെന്നാ പറയണേ. അടച്ചോനെ വേണമെങ്കിൽ പറയുന്ന അള്ളാഹു തആല കബൂലാക്കട്ടെ. നമുക്കൊരു 11 മണിക്കകത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. വിട പറയുന്ന സമയം ഉറക്ക കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക ചൊല്ലി വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 2 കാര്യം പറഞ്ഞു നിർത്തിയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബാക്കി 2 കാര്യം പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉദ്കുരിൽ മനിയ, നിങ്ങൾ മരണത്തെപ്പറ്റി ഓർക്കുക. ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഉള്ള മഹബ്ബത്ത് നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാരെ, നമ്മളിപ്പോൾ ഒരു ജയിലിലേക്കൊന്ന് കൊണ്ടുപോകുന്ന രംഗനാലോചിച്ച് നോക്കിയേ. ആകെ പേടിച്ച് വരണ്ട്, പടച്ചോൻ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക, അടിയിട്ടോ ഇടിയിട്ടോ, മൊത്തത്തിൽ ചിന്തയാണ് ഇല്ലേ. നമുക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ എന്തിന് ഈ വാദിൻ്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന നിങ്ങൾ എന്നോട് പറയും, ഉസ്താദെ സുബഹി വരെ വാള് പറഞ്ഞോളി, ഒരു കുഴപ്പമില്ല. സുബഹി വരെ നിങ്ങൾ വാള് പറഞ്ഞോളി, ഒരു കുഴപ്പമില്ല. അതെപ്പോഴാ പറയുന്നതെന്നറിയോ? ഉദ്കുരിൽ മനിയ, മരണത്തെപ്പറ്റി ഓർക്കുമ്പോഴാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താ? ഇപ്പം മലക്കുകൾക്ക് ഒരു ജോലിയില്ല. ഇടത്തെ ഭാഗത്തിരിക്കുന്ന മലക്ക് പറയാം, എന്തൊരു സന്തോഷം, ഇപ്പോഴാണ് എനിക്കിന്ന് റെസ്റ്റ് കിട്ടിയെന്നാ. കാരണം എന്താ? ആളെ എഴുതുന്ന മൊത്തം തിന്മകളാണ്. ഇടത്തെ ഭാഗത്തിരിക്കണം മലക്കിൻ്റെ കൈ കഴച്ചഴിച്ച് ഊപ്പാട് വരും ചില സമയത്ത്.
വലത്തെ ഭാഗത്തിരിക്കുന്ന മലക്ക് പറയും, പടച്ചോനെ ഇതെന്തെന്ന് ഈ ചങ്ങായി ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം വലത്തു ഭാഗത്തിരിക്കുന്ന മലക്ക് പറയാ, ഓഹ് ഇവൻ കുറേ നേരം അവിടെ ഇരിക്കണം ഇല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ മലക്കുകൾ പോലും അള്ളാഹുവെ സന്തോഷം പറയില്ലേ, മലക്കുകൾ പോലും സന്തോഷം പറയില്ലേ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞതെല്ലാം അങ്ങനെ കടന്നു വരണോ. മരണത്തെ പറ്റിയുള്ള ഓർമ്മയൊന്ന് കൊണ്ടുവരണം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. ഇന്നിവിടെ നിന്നുകൊണ്ട് വാള് പറയുന്ന ഞാൻ നാളത്തേക്കുള്ള സ്ഥലത്തേക്ക് എത്തുമോ, അവിടെ ചെന്നിറങ്ങുമോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നാളത്തെ ദുആയുടെ മജ്ലിസിലേക്ക് നിങ്ങൾ വരുമോ? ഏതൊരു ഉസ്താദ് കടന്നു വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകുമോ? നിങ്ങളിൽ എത്ര ആളുകളാ ഉണ്ടാവുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്തിനേറെ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയാകുന്ന മറിയം ബീവിയോട് പറഞ്ഞു, ഉമ്മ നമുക്ക് തൂരി സീനാ പർവ്വതത്തിന്റെ മലമുകളിലേക്ക് പോകാം, അവിടെ നിസ്കരിക്കാ, അവിടെ നോമ്പ് നോക്കാ, അവിടെ നന്മയിലൂടെ കടന്നു പോകാ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി മറിയം ബീവിയായ ഉമ്മയോട് പറയുമ്പോ ഉമ്മ സമ്മതിച്ചിട്ട് ഉമ്മയും മകനും തൂരി സീനാ പർവ്വതത്തിന്റെ മലമുകളിലേക്ക് അങ്ങ് കയറുകയാണ്. അവസാനം കൊണ്ടുപോയ വെള്ളം കഴിഞ്ഞു, കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞു, എല്ലാം കഴിയുമ്പോ ഈസാ നബി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ തൂരി സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഞാനന്ന് കടന്നുപോയി, എൻ്റെ ഉമ്മാക്കുള്ള ഭക്ഷണവുമായി എൻ്റെ ഉമ്മാക്കുള്ള വെള്ളവുമായി ഞാനന്ന് വരാ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ പോയിട്ട് വാ. തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ആരാ വരുന്നതെന്നറിയോ? മറിയം ബീവിയുടെ മുമ്പിൽ മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് വിളിക്കുന്നു, ഓ മറിയമേ, നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വന്നവനാണ്. ഉടൻ തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, എൻ്റെ മകനൊന്ന് വരട്ടെ. തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് എൻ്റെ മകനൊന്ന് കടന്നു പോയിരിക്കുകയാണ്. എൻ്റെ മകനൊന്ന് വരുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ? എൻ്റെ മകനൊന്ന് വരുന്നത് വരെ എനിക്കൊന്ന് സമയം തരുമോ? എൻ്റെ മകനൊന്ന് വരുന്നത് വരെ ഒന്ന് പെൻഡിങ്ങിലാകുമോ? മലക്കുൽ മൗത്ത് പറഞ്ഞു, ഇല്ലല്ലോ മറിയമേ, ഇത് പടച്ചവന്റെ ഖളാ. അവിടെ ഈസാ നബി ഉമ്മാക്ക് ഭക്ഷണവുമായി, നോമ്പുകാരിയായ ഉമ്മക്ക് വെള്ളവുമായിട്ട് ഈസാ നബി തൂർ സീനാ പർവ്വതത്തിന്റെ മലമുകളിലേക്കൊന്ന് കടന്നു വരുമ്പോ ഉമ്മ കിടക്കുന്നല്ലോ. കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചു, കൊണ്ടുവന്ന വെള്ളം ഒരു ഭാഗത്ത് വെച്ചു. ഉമ്മാന്റെ പൂമുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഉമ്മ ഒന്ന് കണ്ണു തുറന്നിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മയോടൊന്ന് മിണ്ടാമായിരുന്നല്ലോ. നോമ്പ് തുറക്കാൻ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ. ഉമ്മ ഉണരുന്നില്ല. എത്രയോ സമയം കാത്തിരുന്നിട്ട് ഉണരാത്ത ഉമ്മയുടെ അരികത്ത് പോയിട്ട് ഈസാ നബി മെല്ലെ വിളിച്ചു, ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ, ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ, ഉമ്മ ഉറങ്ങുകയല്ലേ എന്ന് പറഞ്ഞ് ഈസാ നബി മാറിയിരിക്കുന്നുണ്ട്. ഏതുവരെ എന്നറിയുമോ? അത്താഴം കഴിക്കാൻ ആളുകൾ എഴുന്നേക്കുന്നത് വരെ. അന്നവർക്ക് നിസ്കാരത്തിനൊരു ടൈം കൊടുത്തിട്ടില്ലല്ലോ. അത്താഴം കഴിക്കാൻ ആളുകൾ എഴുന്നേക്കുന്നത് വരെ ഈസാ നബി കാത്തിരുന്നു. എന്നിട്ട് പോലും ഉമ്മ ഉണരുന്നില്ല എന്നറിയുമ്പോ അല്ലാ ഓടി വന്നിട്ട് ഉമ്മാന്റെ തലയെടുത്തിട്ട് ഈസാ നബിയുടെ മടിത്തട്ടിൽ വെച്ചിട്ട് നിലവിളിച്ച് കരഞ്ഞു, ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ, നോമ്പ് മുറിക്കണ്ടേ ഉമ്മ, ഉമ്മാക്ക് ഭക്ഷണം കൊണ്ടുവന്നല്ലോ, ഉമ്മാക്ക് വെള്ളം കൊണ്ടുവന്നല്ലോ, എൻ്റെ ഉമ്മാക്ക് നോമ്പ് തുറക്കണ്ടേ, ഒന്നെഴുന്നേക്കണേ ഉമ്മ.
ഈസാ നബിയുടെ കവിൽ തടങ്ങളിലൂടെ ഒഴുകി വന്ന കണ്ണുനീര് ഉമ്മാന്റെ കവിൽ തടത്തിലൂടെ ഇറ്റി വീഴുകയാണ്. ഈസാ നബിയുടെ കരച്ചിൽ കണ്ടിട്ട് അള്ളാന്റെ ഗഗനലോകത്തുള്ള മാലാകമാര് പോലും കരഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഇതെന്ത് കരച്ചില! ഈസാ നബി കരയുന്നുണ്ടല്ലോ, അതുകൊണ്ട് റബ്ബേ ഒന്ന് അറിയിപ്പിക്കണ്ടേ അല്ലാ. ഉടൻ തന്നെ ഈസാ നബിയെ അറിയിപ്പിക്കാൻ മലക്ക് ജിബ്രീലിനോട് പറഞ്ഞു. പാറിപ്പറന്ന് വന്നിട്ട് മലക്ക് ജിബ്രീൽ വിളിക്കുന്നുണ്ട്, യാ റൂഹുല്ലാഹി ഈസാ. ഈസാ നബിയേ, ഈസാ നബിയേ, ഈസാ നബിയേ, നിങ്ങൾ ഇനി കരയല്ലേ നബിയേ. അവിടത്തെയുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു നബിയേ എന്നങ്ങ് പറയുമ്പോഴേക്ക് കണ്ണു നിറഞ്ഞു പോയി. എല്ലാം കഴിഞ്ഞു തൂര് സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വന്നിട്ട് ഈസാ നബി ഓരോരുത്തരോട് പറയാ, ഇന്ന് കാണുന്നവരെ നാളെ കാണൂല, അടുത്ത സെക്കൻഡിൽ കാണുന്നവരെ അടുത്ത സെക്കൻഡിൽ കാണൂല. അതുകൊണ്ട് നന്മകൾ ചെയ്തോ. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരൻ ബഷീർ ഉസ്താദിനെ ഇനി വിളിച്ചാ എനിക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, എന്നിട്ട് പോലും എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും എന്റെയും നിങ്ങളുടെയും ഖൽബ് മാറുന്നില്ലല്ലോ, നമ്മുടെ മനസ്സ് മാറുന്നില്ലല്ലോ. എത്രയോ ചെറുപ്പക്കാരുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് പിരിഞ്ഞവനാണ്, എന്നിട്ടും നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടായിട്ടില്ല. മയ്യത്ത് ചുമന്ന് കൊണ്ടുപോയ എത്രയോ ഉപ്പമാരി മജ്‌ലിസിലുണ്ട്. ഷമീർ ദാരിമിയാണ് ദുനിയാവിന്റെ പുറത്തും ഇവിടെ പറയുന്നതെങ്കിൽ എന്റെ മയ്യത്ത് ചുമക്കാൻ ബഷീർ ഉസ്താദ് കടന്നു വന്ന ബഷീർ ഉസ്താദ് നിസ്കരിക്കുന്നവരാ, നന്മകളിലേക്ക് വേണ്ടി മുന്നോട്ട് വരുന്നവരാ, എത്ര ഇബാദത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്റെ ആത്മാവ് വിളിച്ചു പറയും, ഉസ്താദേ ഫലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവ് ചതിച്ചു ഉസ്താദേ. എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല, സമ്പത്തുണ്ടായിട്ടും സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചു പോയി. നിങ്ങൾ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. കമാ ഗറതനീ, നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഇനി എനിക്ക് നോമ്പ് നോക്കാൻ പറ്റൂലല്ലോ, ഇനി ഒരു വാളിന്റെ മജ്‌ലിസിലും എനിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആത്മാവ് വിളിച്ചു പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് കേട്ടിട്ടില്ല, നമ്മളത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഉപ്പമാരെ, ഉദ്കുരിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നാൽ അല്ലാഹികം മസ്റൂറാ, നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് കുറഞ്ഞ് നിർത്താറായെന്ന് മനസ്സിലായി. ഉറക്കെ പറയും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്കൊന്ന് വന്നു നോക്കട്ടെ. എന്നാ നിങ്ങൾ പറയും, ഉസ്താദെ സുബഹി വരെ വാള് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നിവിടെ ബഷീർ ഉസ്താദ് പാവ എന്നെ വിളിച്ച് ബുക്ക് ചെയ്തെന്നറിയോ? ഇന്നെന്ന് വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ല, വിളിച്ചിട്ട് വരൂല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടി. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാണ്, ഞാനായാലും നിങ്ങളായാലും ഏത് സമയം പോകുമെന്നറിയില്ല. ഇന്നിവിടെ ഇരിക്കുന്നെങ്കിൽ നാളെ പള്ളിക്കാട്ടില്ല, ഇന്നിവിടെ ഇരിക്കുന്നെങ്കിൽ നാളെ പള്ളിക്കാട്ടില്ല. പോണ്ടേ? അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലുമോ എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട്
കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട് കൂട്ടുകാരാരും അവിടെയില്ല കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല കൂട്ടുകാരാരും അവിടെയില്ല കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ ഏതായാലും നമ്മൾ പള്ളിക്കാട്ടിൽ പോകേണ്ട ഒരവസ്ഥ